ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഹരീഷ് പറയുന്നു വേറൊരു കുഴപ്പമില്ല ചെല്ല്. ഇത് കേട്ട് സുധീഷ് നികേഷിനോട് പറയുകയാണ്, എടാ നീ വണ്ടിന്ന് ബാഗ് എടുത്തേ. അവിടേക്ക് വന്ന സുഭാഷ് പറയുന്നു, മോനെ അകത്തേക്ക് വാ, വേറെ കുഴപ്പമൊന്നുമില്ലടാ. നികേഷ് ബാഗ് കൊണ്ടുവന്ന് നിധിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. നിധി അകത്തേക്ക് കയറാനായി തുടങ്ങുമ്പോൾ സുധീഷ് പറയുന്നു വലത് കാല്. നിധി തിരിഞ്ഞ് സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയുന്നു വേണ്ട കേറിക്കോ. നിധി അകത്തേക്ക് കയറുകയാണ്. ഹരീഷ് ഓടി വന്ന് ഒരു കസേര എടുത്തുകൊണ്ടുവന്ന് നിധിയോട് പറയുന്നു ഇരിക്ക്. എല്ലാവരും ഇരിക്കിരിക്കെന്ന് പറയുമ്പോൾ നിധി അവിടേക്ക് ഇരിക്കുകയാണ്. സുധീഷ് പറയുന്നു ദേ ഇതാണ് ആ മൂത്ത ചേട്ടൻ സുഭാഷ്, ഇതിന്റെ തൊട്ട് താഴെയുള്ള ആള് ഹരീഷ്, പിന്നെ ഇവൻ ഏറ്റവും താഴെയുള്ളതാ നികേഷ് പറയുന്നു ഞാൻ നികേഷ് കുമാർ. ഇതെല്ലാം കേട്ട് നിധി എല്ലാവരെയും നോക്കി പുഞ്ചിരിക്കുന്നു. ഈ സമയം ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഭാസ്കരൻ. നിധി ഭാസ്കരനെ ശ്രദ്ധിക്കുന്നു. നികേഷ് ചോദിക്കുന്നു സുഭാഷ് ഏട്ടാ സ്വീറ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ? സുഭാഷ് പറയുന്നു ഉണ്ടടാ, അടുക്കളയില് ഇഡ്ഡലി പാത്രത്തിനകത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. ശരിയെന്ന് പറഞ്ഞ നികേഷ് അകത്തേക്ക് പോകുമ്പോൾ സുധീഷ് പറയുന്നു അത് സ്വീറ്റ് എന്തോ ആണ്. അയ്യോ അതൊന്നും വേണ്ടെന്ന നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ് സാരമില്ല, മധുരമല്ലേ, ആദ്യമായിട്ട് വീട്ടിൽ വരുമ്പോൾ മധുരം വിളമ്പുന്നത് നല്ലതാ. നികേഷ് സ്വീറ്റുമായി അവിടേക്ക് വരികയാണ്. സുഭാഷ് പറയുന്നു എടാ വലത് കൈ കൊണ്ട് കൊടുക്ക്. വലത് കൈയിൽ പിടിച്ച് സ്വീറ്റ് നീട്ടിക്കൊണ്ട് നികേഷ് പറയുന്നു ദാ കഴിക്ക്. അവരെ നോക്കി പുഞ്ചിരിച്ച് അത് വാങ്ങി കഴിക്കുകയാണ് നിധി. ഇത് ഇവിടെ ഉണ്ടാക്കിയതാണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയുന്നു ചേട്ടൻ ഉണ്ടാക്കിയതാ. നിധി ചോദിക്കുന്നു അതെ, ഒരു മിനിറ്റ് വരുമോ, എനിക്കൊന്ന് തനിച്ച് സംസാരിക്കണം. സുധീഷ് പറയുന്നു അതിനെന്താ വരാലോ. പ്ലേറ്റ് തന്നോളൂ എന്ന് പറഞ്ഞ് നികേഷ് പ്ലേറ്റ് വാങ്ങുകയാണ്. സുധീഷ് ഒരു റൂമിലേക്ക് പോകാനായി തുടങ്ങുമ്പോൾ നികേഷ് പറയുന്നു ആ റൂം വേണ്ട, ദേ ഈ റൂം എടുത്തോ. സുഭാഷ് പറയുന്നു അതെ അപ്പുറത്തെ റൂം. വരൂ എന്ന് പറഞ്ഞ നിധിയുടെ ബാഗും എടുത്ത് നിധിയെയും കൂട്ടിക്കൊണ്ട് ആ റൂമിലേക്ക് പോവുകയാണ് സുധീഷ്. സുഭാഷ് പറയുന്നു ഏതായാലും അത് നടന്നു, അച്ഛൻ ഓവർ ആക്കിയതൊഴിച്ചാൽ ബാക്കിയെല്ലാം സൂപ്പർ ആയിട്ട് നടന്നു. സൂപ്പർ ആയിരുന്നു എന്ന് നികേഷ് പറയുമ്പോൾ ഹരീഷ് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ അച്ഛനെ ഒഴിവാക്കേണ്ടി വരും. സുഭാഷ് പറയുന്നു എടാ ഒന്നും മിണ്ടാതിരിയടാ. അങ്ങനെ അവർ ചിരിച്ചുകൊണ്ട് മുഖത്തോട് മുഖം നോക്കുകയാണ്. റൂമിലേക്ക് വന്ന സുധീഷ് അവിടെ വിരിച്ചിരിക്കുന്ന അണ്ടർവെയർസ് ഒക്കെ എടുത്ത് മാറ്റുകയാണ്. നിധി ചോദിക്കുന്നു എന്താ ഇതൊക്കെ? സുധീഷ് പറയുന്നു അതൊക്കെ ഇപ്പൊ മാറ്റാം. നിധി ചോദിക്കുന്നു എന്ത് മാറ്റാമെന്ന്? സുധീഷ് പറയുകയാണ് അല്ല ഇവിടെ ഒരു പാറ്റ. എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ഈ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നു ഞാനും ഇയാളുടെ കൂടെ ആയിരുന്നല്ലോ, എനിക്കും ഒന്നും പിടികിട്ടുന്നില്ല. നിധി പറയുന്നു നാട്ടുകാർ മുഴുവൻ കൂടി നിൽക്കുന്നു, എന്തൊക്കെയോ സംസാരിക്കുന്നു, ലൈറ്റ്, പാട്ട്, തോരണം, വടക്കം, ആരതി, എന്തൊക്കെയാ ഇത്? സുധീഷ് പറയുന്നു എടോ ഞാനും ശരിക്കും ഷോക്കായി പോയി. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പൊ തന്നെ എല്ലാം ഓഫ് ചെയ്തോളാം, അതിനെപ്പറ്റി ഇയാള് പേടിക്കണ്ട. നിധി പറയുന്നു അത് ഓഫ് ചെയ്യുന്ന കാര്യമല്ല, നാട്ടുകാർ മുഴുവൻ മുറ്റത്തുണ്ടായിരുന്നു, നമുക്ക് ശരിക്കും കല്യാണം നടന്നു അവരൊക്കെ വിചാരിച്ചു കാണുമോ? സുധീഷ് പറയുന്നു അങ്ങനെ തോന്നുന്നു. നിധി ചോദിക്കണേ ഇയാളുടെ വീട്ടുകാർ എന്തിനാ ഇതൊക്കെ ചെയ്തു വെച്ചത്, എന്തിനാ ഇതൊക്കെ ഇയാള് പറഞ്ഞത്? സുധീഷ് പറയുന്നു അയ്യോ ഞാനൊന്നും അല്ല പറഞ്ഞത്, പറഞ്ഞില്ലേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വെരിഫിക്കേഷൻ കോൾ വന്നെന്ന്, അങ്ങനെ അറിഞ്ഞതാ. പിന്നെ ആദ്യമായിട്ട് ഒരാള് വീട്ടിൽ വരുന്നു എന്നറിഞ്ഞപ്പോൾ അവരൊന്ന് കളറാക്കിയെന്നേ ഉള്ളൂ, അല്ലാതെ പാവങ്ങളാണെന്നേ. നിധി പറയുന്നു ഞാൻ അവരെ തെറ്റു പറഞ്ഞതല്ല, പക്ഷെ ഇത് ശരിക്കുള്ള കല്യാണം അല്ലെന്നറിയുമ്പോൾ അവർക്ക് എന്ത് തോന്നും? എന്നെ സഹായിക്കാൻ ഇയാള് വെറുതെ ചെയ്തതാണ് ഇതൊക്കെയെന്ന് അറിയുമ്പോൾ ശരിക്കും സങ്കടമാകില്ലേ അവർക്ക്? സുധീഷ് പറയുന്നു അത് ശരിയാ, അവർക്ക് വിഷമാകും. നിധി പറയുന്നു ഇതിപ്പം നാട്ടുകാരും അറിഞ്ഞു, നാളെ ഞാൻ ഇവിടുന്ന് ഹോസ്റ്റലിലേക്ക് മാറുമ്പോൾ അവര് ചോദിക്കില്ലേ? ഉറപ്പായിട്ടും ചോദിക്കുമെന്ന് സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കണം അപ്പോ? സുധീഷ് പറയുന്നു അപ്പോ നമുക്കൊരു കാര്യം ചെയ്താലോ, ഈ ഹോസ്റ്റലിൽ പോകാതെ ഇവിടെ തന്നെ നമുക്കങ്ങ് താമസിച്ചാലോ? ലോന്ന് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇയാൾ എന്തിനാ തിരുവനന്തപുരത്തേക്ക് വന്നത്? അത് ചെയ്യ, ആളുകൾ എന്ത് വേണമെങ്കിലും വിചാരിക്കട്ടെ, അതൊക്കെ മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റുമോ? നിധി പറയുന്നു നാട്ടുകാരെവിടെ, നിങ്ങളുടെ ബ്രദേഴ്സ് ഒക്കെ പാവങ്ങളല്ലേ, അവരെ എന്തിനാ പറ്റിക്കുന്നത്? സുധീഷ് പറയുന്നു പാടില്ലാന്ന് എനിക്കും അറിയാം, പക്ഷെ ആ പോലീസുകാരാ പണി പറ്റിച്ചത്, അല്ലെങ്കിൽ എല്ലാ സത്യങ്ങളും ഞാൻ ആദ്യമേ പറയാനിരിക്കുകയായിരുന്നു. നിധി പറയുന്നു പോലീസുകാർ പറഞ്ഞെന്ന് വെച്ചിട്ട് സത്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, അവരെ നമ്മളായിട്ട് ചതിച്ചു എന്ന് തോന്നരുത്, അങ്ങനെ അറിഞ്ഞാൽ അത് വലിയ വിഷമമാകും, ഞാൻ തന്നെ അവരോട് സത്യം പറയാം. സുധീഷ് പറയുന്നു അത് വേണ്ട. അതെന്താന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് പറയാം, പക്ഷെ അത് ഇയാള് പറയണ്ട, ഞാൻ പറഞ്ഞോളാം. എന്താന്ന് വെച്ചാല് ഇയാള് പറഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് അത് ഭയങ്കര ഫീലാകും, ഞാനാകുമ്പോൾ ഒരു തന്ത്രത്തിൽ അങ്ങ് അവതരിപ്പിച്ചോളാം. അങ്ങനെ സുധീഷ് അവിടെ നിന്ന് പോകുമ്പോൾ ടെൻഷനോട് കൂടി ആലോചിച്ച് നിൽക്കുകയാണ് നിധി. അതിനുശേഷം കാണിക്കുന്നത് സുഭാഷ് ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ഹരീഷ് സുഭാഷിനെ സഹായിക്കുന്നു. അവിടേക്ക് വന്ന നികേഷ് പറയുന്നു നല്ല പിടിപ്പത് പണിയാണല്ലോ. സുഭാഷ് പറയുന്നു എടാ ആ കുട്ടിക്ക് വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേടാ. എന്നിട്ട് എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയുന്നു സാമ്പാറ്, അവിയല്, തോരൻ, ചോറ്, പപ്പടം, പിന്നെ നോൺ വെജ് ആണെങ്കിൽ ഇത്തിരി ചിക്കൻ കറിയും ചപ്പാത്തിയും കൂടെ ഒരു വെജിറ്റബിൾ സലാഡും. നികേഷ് പറയുന്നു അത് കലക്കി. അല്ല പിന്നെ കഴിക്കാൻ നല്ല പ്ലേറ്റുകളുണ്ടോ? സുഭാഷ് പറയുന്നു ഒരു വീടിന്റെ പാലുകാച്ചിന് ആ ഓണർ 2 പ്ലേറ്റ് എനിക്ക് തന്നായിരുന്നു, അത് ഞാൻ പൊട്ടിക്കാതെ എടുത്തു വെച്ചിട്ടുണ്ട്. നികേഷ് പറയുന്നു അപ്പ സെറ്റ്. അപ്പോൾ സുഭാഷ് പറയുകയാണ് പിന്നല്ലാതെ. നികേഷ് ചോദിക്കുന്നു ഹരീഷ് ഏട്ടൻ എന്താ ഒരു മൂഡ് ഓഫ്? ഹലോ ബ്രദർ വാട്ട് ഹാപ്പൻ? ഈ മൂഡ് ഓഫ്? ഹരീഷ് പറയുന്നു മൂഡ് ഓഫ് ഒന്നും അല്ലടാ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സുധീഷ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞു. നികേഷ് പറയുന്നു കണ്ടില്ലേ സുഭാഷ് ഏട്ടാ, ലൈറ്റും വടക്കവും പാട്ടും ഒക്കെ അറേഞ്ച് ചെയ്തത് ഹരീഷ് ഏട്ടൻ, എന്നിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന്. സുഭാഷ് പറയുന്നു എനിക്ക് സത്യത്തിൽ അങ്ങനെ തന്നെയാ, ഒരു സ്വപ്നം പോലെ തോന്നുവാ ഇപ്പോഴും. എടാ നികേഷ് ഇത് സംഭവിച്ചത് തന്നെയല്ലേ? നികേഷ് പറയുന്നു അല്ല ഞാൻ കാണുന്ന സ്വപ്നത്തിലെ നിങ്ങളൊക്കെ
അഭിനയിക്കുന്നതാ. ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ വിശ്വസിച്ചു. എനിക്ക് വിശ്വസിക്കാൻ ഇനി വേറൊന്നും വേണ്ട. നാട്ടുകാര് വായം പൊളിച്ചു നിൽക്കുന്നത് നിങ്ങളും കണ്ടതല്ലേ? ഹരീഷ് പറയുന്നു അതൊക്കെ ശരിയാണ്. പക്ഷേ സുധീഷ് ഏട്ടന്റെ ഭാര്യയ്ക്ക് നമ്മുടെ വീട് പിടിച്ചില്ലെങ്കിലും വന്നപ്പോ മുതൽ മുഖം ഒരുമാതിരി ഇരിക്കുക. നികേഷ് പറയുന്നു അതൊരു പുതിയ സ്ഥലത്തേക്ക് ആര് വന്നാലും അങ്ങനെ തന്നെയാണെന്നേ. ഹരീഷ് പറയുന്നു അല്ല, നമ്മൾ ആണുങ്ങൾ മാത്രമുള്ള വീടാണെന്ന് അറിയുമ്പോൾ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകുമെന്നോ. നികേഷ് പറയുന്നു എന്ന് വെച്ച് വേഷം മാറി നടക്കാൻ പറ്റില്ലല്ലോ. സുഭാഷ് പറയുന്നു എടാ അതൊക്കെ അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കും ആ കുട്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സുധീഷ് എല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കുമെന്നേ. അല്ലെങ്കിൽ അവന്റെ കൂടെ ആ കുട്ടി ഇറങ്ങി പോരാനുള്ള ധൈര്യം കാണിക്കുമോ? ഹരീഷ് പറയുന്നു സുധീഷ് ഏട്ടൻ ആയതുകൊണ്ടാണ് എനിക്ക് ടെൻഷൻ. എന്തൊക്കെയാണാവോ പറഞ്ഞിരിക്കുന്നത്. നികേഷ് പറയുന്നു ഇത്തിരി പോസിറ്റീവായിട്ട് ചിന്തിക്കിച്ചേട്ടാ. ഹരീഷ് പറയുകയാണ് അതിന്റെ കൂട്ടത്തിൽ അച്ഛനും ആ ഡാൻസിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. നികേഷ് പറയുന്നു അത് ടൂമച്ചായി പോയി. സുഭാഷ് പറയുന്നു അതൊക്കെ വിട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല. ഇനി മുതല് നമ്മുടെ വീട് അടിപൊളിയായിരിക്കും, എല്ലാവരും ഹാപ്പി, ഫുൾ ജോളി. നികേഷ് പറയുന്നു വീടിന്റെ പേര് സാ 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 കിളിക്കൂട്, സ്വസ്ഥത, സന്തോഷം, സമാധാനം, കിളിക്കൂട്. ചിരിച്ചുകൊണ്ട് ഹരീഷും സുഭാഷും പറയുന്നു അത് കൊള്ളാം. പിന്നീട് കാണിക്കുന്നത് സിഗരറ്റ് വലിച്ചുകൊണ്ട് പുറത്തിരിക്കുകയാണ് ഭാസ്കരൻ. ഈ സമയം കാറിൽ എവിടേക്ക് വരികയാണ് അരുണും ഗുണ്ടകളും. ഭാസ്കരൻ ചോദിക്കുന്നു ആരാടാ ചവിട്ടി പാഞ്ഞ് കയറി വരാൻ? ഇതെന്താടാ നാഷണൽ ഹൈവേയോ? ഒരു സെക്കൻഡ് കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ നീ എന്റെ വീടിനകത്ത് കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുമായിരുന്നല്ലോ. അരുൺ ഉറക്കെ പറയുന്നു സുധീഷേ എടാ ഇറങ്ങി വാടാ. ഇത് കിട്ടി പുറത്തേക്ക് ശ്രദ്ധിക്കുകയാണ് നിധി. അരുൺ പറയുന്നു എടാ സുധീഷേ ഇറങ്ങി വരാനാ പറഞ്ഞത്. നിധി പറയുന്നു ചേട്ടന്റെ ശബ്ദമാണല്ലോ അത്. ഭാസ്കരൻ പറയുന്നു എടാ ഞാൻ ഒരുത്തൻ നിന്റെ മുമ്പിൽ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ സുധീഷിനെ വിളിക്കുന്നു, ഇത് എന്റെ വീടാ. എടാ നീ എന്റെ ചോദ്യത്തിന് ഉത്തരം പറ. അരുൺ പറയുന്നു ഇറങ്ങി വാടാ സുധീഷേ. എടാ കള്ള ഡ്രൈവറെ ഇറങ്ങി വാടാ. സുഭാഷ് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഭാസ്കരൻ ചോദിക്കുന്നു എടാ നീ എന്താ പൊട്ടനാണോ? ഞാൻ ചോദിക്കുന്നതൊന്നും നീ കേൾക്കുന്നില്ലേ? മാറി നിൽക്കടാ എന്ന് പറഞ്ഞ് ഭാസ്കരനെ പിടിച്ചു തള്ളുകയാണ് അരുൺ. ഇത് കണ്ട് സുഭാഷ് ചോദിക്കുന്നു എന്താ ഇത്, ആരടാ നീ? അരുൺ പറയുകയാണ് എടാ മറങ്ങിരിക്കാതെ ഇറങ്ങി വാടാ. സ്റ്റേഷനിൽ വെച്ച് എനിക്ക് നിന്റെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അതിനും കൂടി ഉള്ളത് നിനക്ക് ഇപ്പൊ ഞാൻ തരാമടാ. കേറി അടിക്കടാ. ഗുണ്ടകളിൽ ഒരാൾ ഒരു തടിക്കഷ്ണവുമായി ഓടി വന്ന് സുഭാഷിനെ അടിക്കാനായി തുടങ്ങുമ്പോൾ പിന്നിലേക്ക് വന്ന സുധീഷ് ആ തടിക്കഷ്ണത്തിൽ കയറി പിടിച്ച് തടയുകയാണ്. സുഭാഷ് ദേഷ്യത്തോടുകൂടി എതിരെ വന്ന ആളിനെ ചവിട്ടി വീഴ്ത്തുന്നു. സുഭാഷും സുധീഷും ഭാസ്കരനും കൂടി അരുണിനെയും ഗുണ്ടകളെയും തല്ലുകയാണ്. സുഭാഷ് ചോദിക്കുന്നു ആരാടാ നീയൊക്കെ? കല്ലെടുത്തെറിയുന്ന ഭാസ്കരൻ പറയുന്നു നിന്നെ ഞാൻ ഇന്ന് കല്ലെറിഞ്ഞ് ഓടിക്കൂടാ. വീടുമല്ലടാ. അവിടെ കൂടി വന്ന നിധി ചോദിക്കുന്നു എന്താ ഇത്? വിട് ചേട്ടാ വിട്, ഞാൻ പറയുന്നത് കേൾക്ക്. ചേട്ടാ വേണ്ട ചേട്ടാ. അങ്ങനെ നിധി അരുണിന്റെ കയ്യിൽ കയറി പിടിച്ച് തടയാനായി വരുമ്പോൾ മാറി നിൽക്കടി എന്ന് പറഞ്ഞ് നിധിയെ പിടിച്ചു തള്ളുകയാണ് അരുൺ. ഏട്ടത്തിന്ന് വിളിച്ച് വീടാനായി തുടങ്ങിയ നിധിയെ താങ്ങി പിടിച്ചുകൊണ്ട് നികേഷ് ചോദിക്കുന്നു കുഴപ്പമൊന്നുമില്ലല്ലോ. പെട്ടെന്ന് സുധീഷിനെ തള്ളി മാറ്റി നികേഷിനെ ഒരു തടിക്കഷ്ണം കൊണ്ട് തല്ലുകയാണ് അരുൺ. ഇത് കണ്ട് നിധി പറയുന്നു അയ്യോ ചേട്ടാ തല്ലരുത് ചേട്ടാ പ്ലീസ്. ഈശ്വര. നികേഷ് എന്ന് വിളിച്ച് അവിടെ കൂടി വന്ന സുഭാഷ് അരുണിനെ ചവിട്ടി വീഴ്ത്തി എടാ മോനെ എന്ന് വിളിച്ച് നികേഷിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാനായി ശ്രമിക്കുകയാണ്. സുധീഷ് ഓടി വന്ന് അരുണിനെ തല്ലുകയാണ്. സുഭാഷ് പറയുന്നു നികേഷ് ഒന്നുമില്ലടാ. സുധീഷിന്റെ അരുണിന്റെ ഇടയിലേക്ക് കയറി നിന്ന് നിധി പറയുന്നു ചേട്ടൻ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. അരുൺ പറയുന്നു നീ വിളിക്ക്, ആരെയാന്ന് വെച്ചാ വിളിക്ക്. സുഭാഷ് ഉറക്കെ പറയുന്നു എടാ വാടാ ഇങ്ങോട്ട് ആരെങ്കിലും. നിധി പറയുന്നു ഞാൻ തീരുമാനിച്ചിറങ്ങി പോന്നതാ, അയാളെ തല്ലാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ആദ്യം ഇവിടുന്ന് ഇറങ്ങണം. അരുൺ ചോദിക്കുന്നു കുടുംബത്തിനേക്കാൾ നിനക്ക് വലുത് ഇവനാണല്ലേടി, വിളിക്കടി പോലീസിനെ. നിധി പറയുന്നു വിവരമില്ലാതെ നിങ്ങൾ ഓരോന്ന് കാണിക്കുന്നതിനോടൊപ്പം ഞാനും പെരുമാറണം, ആദ്യം ഇവിടുന്ന് പോകാൻ നോക്ക്. അരുൺ പറയുന്നു ഞാൻ ഇപ്പൊ പൊയ്ക്കോളാം, പക്ഷെ ഇതെന്റെ അവസാനത്തെ വരവാണെന്ന് നീ കരുതണ്ട. ഇവന്റെ കൂടെ നീ സന്തോഷമായിട്ട് ജീവിക്കില്ലടി, ഇവന്റെ അവസാനം എന്റെ കൈകൊണ്ടായിരിക്കും, നീ നോക്കിക്കോ. ഇത് കേട്ട് എടാന്ന് വിളിച്ച അവിടേക്ക് വന്ന് അരുണിന്റെ കർണമ്പൊക്കെ ചടിച്ചുകൊണ്ട് ഭാസ്കരൻ പറയുന്നു നീ എന്റെ മോനെ കൊല്ലുവന്നു. ഓടടാന്ന് പറഞ്ഞ കല്ലെടുത്തെറിയുകയാണ് ഭാസ്കരൻ. വാടാന്ന് പറഞ്ഞ ഗുണ്ടകളെയും കൂട്ടി അരുൺ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ ഭാസ്കരൻ പറയുന്നു ഒരു തവണ ജയിലിൽ പോയിട്ടുള്ളവനാടാ ഞാൻ, എന്റെ മക്കൾക്ക് വേണ്ടി ഒന്നുകൂടി പോകാനും ഞാൻ തയ്യാറാ. നികേഷിന്റെ നെറ്റി മുറിഞ്ഞിരിക്കുകയാണ്. വേദന സഹിക്കാനാകാതെ ഇരിക്കുകയാണ് നികേഷ്. സുഭാഷ് പറയുന്നു എടാ വണ്ടി എടുക്കടാ മോനെ നികേഷേ. സുധീഷും ഹരീഷും കൂടി നികേഷിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. തുടർന്ന് അവര് വരുന്നതും കാത്ത് ടെൻഷനോട് കൂടി നിൽക്കുകയാണ് നിധിയും സുഭാഷും ഭാസ്കരനും. കൊതുകടി കൊണ്ടു നിൽക്കുന്ന നിധിയോട് സുഭാഷ് പറയുന്നു അകത്ത് പോയിരുന്നോളൂ. വേണ്ടെന്ന് നിധി പറയുമ്പോൾ സുഭാഷ് പറയുകയാണ് പുറത്തൊക്കെ കൊതുകുണ്ട്, സാരമില്ലാന്ന് നിധി പറയുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നു അകത്തെന്താടാ? കൊതുക് നിരോധിത മേഖലയായിട്ട് നീ പ്രഖ്യാപിച്ചു. കൊതുക് അകത്തും പുറത്തും ഒക്കെ ഉണ്ടാകും. മുമ്പൊക്കെ മൂട്ടയുണ്ടായിരുന്നു. കൊതുകുകൾ കൂട്ടമായി വന്ന് മുകളിലേക്ക് എടുക്കാൻ നോക്കുമ്പോൾ മൂട്ടകൾ താഴോട്ട് വലിച്ച് സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അങ്ങനെ ഭാസ്കരൻ ചിരിക്കുമ്പോൾ സുഭാഷ് പറയുന്നു എന്റെ പൊന്നച്ച അവനെ ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുകയല്ലേ. ഭാസ്കരൻ ചോദിക്കുന്നു അതുകൊണ്ട് തിരിച്ചു വരുന്നത് വരെ ദുഃഖാചരണമായിട്ട് മൗനം പാലിക്കണം. മോളെ ആ വണ്ടിയിൽ തല്ലാൻ വന്നത് നിന്റെ ചേട്ടനാണോ? അതേന്ന് നിധി പറയുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നു കൂടെ വന്ന ആ തടിമാടന്മാരോ? എനിക്കറിയില്ലാന്ന് നിധി പറയുമ്പോൾ ഭാസ്കരൻ പറയുകയാണ് അവന്മാരുടെ സമയം കൊള്ളാം, അല്ലെങ്കിൽ സകല എണ്ണത്തിനെയും വെട്ടി താഴെ ഇട്ടിട്ട് ഞാൻ വീണ്ടും ജയിലിൽ പോയേനെ. ഇത് കേട്ട് നിധി ഭയത്തോടു കൂടി നിൽക്കുമ്പോൾ ഭാസ്കരന്റെ അടുക്കിലേക്ക് വന്ന് സുഭാഷ് പറയുന്നു അച്ഛാ ദേ ഇനി ഒരു അക്ഷരം വേണ്ടി പോകരുത്. ഭാസ്കരൻ പറയുന്നു ഞാൻ ചുമ്മാ ആ കുട്ടിയോട് വിവരങ്ങൾ അറിയാൻ. സുഭാഷ് പറയുന്നു എന്റെ പൊന്നച്ഛ മതി വിവരങ്ങൾ അറിഞ്ഞത്, ആ കുട്ടി ഇപ്പം ഇങ്ങോട്ട് വന്ന് കേറിയതല്ലേ ഉള്ളൂ, നോക്ക് എല്ലാ പെർഫോമൻസ് കൂടി ഇന്ന് പുറത്തിറക്കണ്ട. ഓ ശരി എന്ന് പറഞ്ഞ കൈ കൂപ്പുകയാണ് ഭാസ്കരൻ. തുടരുന്ന ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ച് ജീപ്പിൽ വരികയാണ് സുധീഷും നികേഷും ഹരീഷും. സുധീഷ് ചോദിക്കുന്നു എടാ എങ്ങനെയുണ്ടടാ ഇപ്പോൾ? നികേഷ്
പറയുന്നു കുഴപ്പമില്ലേട്ടാ, ആ വേദന പോയി കിട്ടി. ഹരീഷ് പറയുന്നു അതാ ഇഞ്ചക്ഷന്റെ എഫക്റ്റാ. സുധീഷ് പറയണ എടാ ഒന്ന് മാറിയിരുന്നെങ്കിലേ കണ്ണിലടി കിട്ടിയെന്നെ. ഹരീഷ് പറയുന്നു എങ്കിലവൻ വീട്ടിൽ നിന്ന് പോകില്ലായിരുന്നു. സുധീഷ് പറയണ അയാൾക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ നിധിക്ക് വിഷമാകും, അതാ പിന്നെ ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യാതിരുന്നത്. നികേഷ് പറയുന്നു ആഹാ, അപ്പൊ ഏട്ടത്തിയമ്മയ്ക്ക് വിഷമാകുമെന്ന് കരുതി അവര് വീണ്ടും തല്ലാൻ വന്നാൽ നമ്മൾ തിരിച്ചു തല്ലാതെ നിന്ന് കൊള്ളണോ? ചിരിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു എടാ ഇനി അയാളെ വരികയൊന്നും ഇല്ലടാ, നീ നോക്കിക്കോ. നികേഷ് പറയുന്നു സുധീഷ് ഏട്ടാ നിങ്ങളുടെ കല്യാണത്തിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞേ. അല്ല, ആരെങ്കിലും ചോദിക്കുമ്പോൾ ത്രില്ലടിപ്പിച്ച് പറയാലോ. സുധീഷ് പറയുന്നു ആദ്യം നീ വായടച്ച് റെസ്റ്റ് എടുക്ക്. ഇത് കേട്ട് ചിരിക്കുകയാണ് നികേഷും ഹരീഷും. തുടർന്ന് അവർ വീട്ടിലേക്ക് വരുമ്പോൾ എടാ മോനെ വാന്ന് പറഞ്ഞ് നികേഷിന്റെ കയ്യിൽ പിടിച്ച് ജീപ്പിൽ നിന്ന് ഇറക്കുകയാണ് സുഭാഷ്. നിധിയും അരികിലേക്ക് വരുന്നു. എങ്ങനെയുണ്ടാന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയുന്നു ഏയ് കുഴപ്പമില്ല. ഹരീഷ് പറയുന്നു കുഴപ്പമില്ല ചേട്ടാ, അടി അത്ര സാരമുള്ളതല്ല, നേർക്കെട്ടിന് മരുന്ന് തന്നിട്ടുണ്ട്. സുഭാഷ് പറയുന്നു ഭാഗ്യം, വാ കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്, പോട്ടെ ശരിയാകും. അങ്ങനെ നികേഷിനെ ചേർത്ത് പിടിച്ച് സുബേഷ് അകത്തേക്ക് പോകുമ്പോൾ സുധീഷ് ചോദിക്കുന്നു എല്ലാം ഓക്കെ അല്ലേ? സോറി എന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുന്നു വാ ഉള്ളിലേക്ക് പോകാം. അങ്ങനെ നിധിയെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് സുധീഷ്. ഭാസ്കരൻ അവിടെ വന്ന് എഴുന്നേൽക്കുമ്പോൾ ഹരീഷ് പറയുന്നു ദേ നോക്ക്, അടങ്ങി ഇവിടെ ഇരുന്നോണം, അകത്തേക്ക് കടന്നു പോകരുത്. എന്തൊരു ഡാൻസ് ആയിരുന്നു, ആരെങ്കിലും പറഞ്ഞു നിങ്ങളോട് ഡാൻസ് കളിക്കാൻ? നിങ്ങൾ ആരാ, പഴയ ഫോക്ക് ഡാൻസറോ? ഭാസ്കരൻ പറയുന്നു അല്ലടാ, മുടിയേറ്റ് നർത്തകൻ, നിന്റെ അമ്മയും ഞാനും ഒരുമിച്ചായിരുന്നു, അവള് കാളിയും ഞാൻ ദാരികനും. ഹരീഷ് പറയുന്നു അവസാനം കാളിയല്ലല്ലോ ദാരികനെ കൊന്നത്, ദാരികൻ തന്നെ അത് ചെയ്തില്ലേ, വെറുതെ പറയിപ്പിക്കരുതെന്ന് പറഞ്ഞ ഹരീഷ് അകത്തേക്ക് പോവുകയാണ്. ഭാസ്കരൻ വിഷമത്തോടുകൂടി ആലോചിച്ച് അവിടേക്ക് ഇരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് നികേഷിന്റെ അരികിലേക്ക് വന്ന നിധി ചോദിക്കുന്നു നല്ല വേദനയുണ്ടല്ലേ? ഇല്ലാന്ന് നികേഷ് പറയുമ്പോൾ നിധി പറയുകയാണ് സോറി. നികേഷ് പറയുന്നു കഴിഞ്ഞ മാസം ഹരീഷ് ഏട്ടനും സുധീഷ് ഏട്ടനും കൂടി ഒരു യുദ്ധം കളിച്ചു, ഞങ്ങൾക്ക് സമയം പോകാനെ അങ്ങനെ കുറച്ച് കളികളുണ്ട്, അതിനിടയിൽപ്പെട്ട് എന്റെ കാലം നുളുക്കി, ആ വേദന വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല അല്ലേ സുഭാഷ് ഏട്ടാ? അന്ന് ശരിക്കും ഞാൻ നിലവിളിക്കുകയായിരുന്നു. നിധി പറയുന്നു സോറി, എന്റെ ചേട്ടൻ ഇവിടെ വന്ന ഇങ്ങനെ ഒരു വഴക്കുണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല, വെറുതെ നിങ്ങളെയും കൂടി കഷ്ടപ്പെടുത്തി. സുധീഷ് പറയുന്നു ഞാനിത് പ്രതീക്ഷിച്ചിരുന്നതാ, പോട്ടെ അത് മനസ്സിന്ന് വിട്, നമുക്ക് നോക്കാവുന്നേ അല്ലേ? നികേഷ് പറയുന്നു ഒരു കാര്യം ഉറപ്പായി, ഈ കല്യാണം മേട്ടത്തിയുടെ വീട്ടുകാരെ അംഗീകരിക്കാൻ പോകുന്നില്ല. ഇത് കേട്ട് നിധി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പതിയെ പറയുന്നു അല്ല പോലീസ് പറഞ്ഞതാണ്, പോലീസ് പോലീസ്. സുഭാഷ് പറയുകയാണ് പതുക്കെ പതുക്കെ എല്ലാം ശരിയാകുമെന്ന്, നീ അതോർത്ത് ഇനി വിഷമിക്കുകയൊന്നും വേണ്ട. നിധി ചുറ്റും നോക്കുമ്പോൾ സുഭാഷ് പറയുന്നു വീട് ഇത്തിരി പഴയതാ. സുധീഷ് പറയുന്നു അതെ അതെ പഴയതാണ്, ഈ ഹെറിറ്റേജ് ഹോം ഏതാണ്ട് ഒരു 300 വർഷത്തെ പഴക്കം ഉണ്ടാകും അല്ലേടാ, ഞങ്ങൾ ഇത് അതേപോലെ നിലനിർത്തിയിരിക്കുക. സുഭാഷ് പറയുന്നു എന്നാ പിന്നെ നമുക്ക് കഴിച്ചാലോ? നികേഷ് പറയുന്നു ശരിയാ, നല്ല വിശപ്പുണ്ട്, നിങ്ങൾ കഴിക്കുന്ന. നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ് നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്നേ. നിധി പറയുന്നു എനിക്ക് വേണ്ട, ഞാൻ കഴിച്ചതാ. സുധീഷ് പറയുന്നു ഒരു വടയല്ലേ, 2-3 ദിവസമായി മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട്, അതെ കഴിച്ചേ പറ്റൂ. നികേഷ് പറയുന്നു ഏട്ടത്തി സുഭാഷ് ഏട്ടൻ ഉഗ്രം കുക്ക, ടേസ്റ്റിന്റെ കാര്യത്തില് ഫുൾ ഗ്യാരണ്ടി. ഇത് കേട്ട് സുഭാഷ് പുഞ്ചിരിക്കുമ്പോൾ സുധീഷ് പറയുന്നു വാ കഴിക്കാം. നിധി പറയുന്നു എനിക്കൊന്ന് കുളിക്കണം, വാഷ്റൂം. കുളിമുറി അപ്പുറത്തുണ്ടെന്ന് സുധീഷ് പറയുമ്പോൾ ഞാൻ ഡ്രസ്സ് എടുത്തിട്ട് വരാന്ന് പറഞ്ഞ നിധി അകത്തേക്ക് പോവുകയാണ്. സുധീഷ് ചോദിക്കുന്നു അതെ നിങ്ങൾ എന്തിനാ ഈ മുറി ശരിയാക്കാൻ പോയത്, അതിനകത്ത് നിറയെ അഴുക്ക, ആ മുറി മതിയായിരുന്നു. സുഭാഷ് പറയുന്നു എടാ അത് തന്നെയാ നിങ്ങളുടെ മുറി, പക്ഷെ അതിനകത്തോട്ട് ഇപ്പൊ പോകണ്ട, ഒരു സർപ്രൈസ് ഉണ്ട്, അത് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാറാകുമ്പോൾ അങ്ങോട്ട് ചെന്നാ മതി. എന്ത് സർപ്രൈസ് എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ് അതൊക്കെ പറയാം, അവര് കേൾക്കണ്ട. അവരൊന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ് അല്ല ഏട്ടത്തി അമ്മ. ചിരിച്ചുകൊണ്ട് അതെന്ന് പറഞ്ഞ് ഹരീഷിനെ ചേർത്ത് പിടിക്കുകയാണ് സുധീഷ്. സുഭാഷും നികേഷും സന്തോഷത്തോടു കൂടി നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഹേമ സോഫയിൽ ചാരിയിരുന്ന് ഉറങ്ങുകയാണ്. തൊട്ടരികിൽ സാന്ദ്രയുടെ അച്ഛനും അമ്മയും ഉണ്ട്. സാന്ദ്ര അവിടേക്ക് വരുമ്പോൾ രേഖ ചോദിക്കുന്നു മോൾ ഉറങ്ങിയോടി? സാന്ദ്ര പറയുന്നു ഉറങ്ങി, നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? രേഖ പറയുന്നു വരട്ടെ. ഉറക്കം ഉണർന്ന ഹേമ ചോദിക്കുന്നു സമയം എത്രയായി? 10 കഴിഞ്ഞുന്ന് സാന്ദ്ര പറയുമ്പോൾ ഹേമ ചോദിക്കാണ് അരുൺ എവിടെ സാന്ദ്രേ? സാന്ദ്ര പറയുന്നു ഇതുവരെ വന്നിട്ടില്ല, ഫോണും സ്വിച്ച് ഓഫാ, എവിടെ പോയിന്നും അറിയില്ല. ഹേമ പറയുന്നു അച്ഛനോട് ചോദിക്കാമായിരുന്നില്ലേ, രാജീവേട്ടൻ മുറിന്ന് വന്നില്ലേ? സാന്ദ്ര പറയുന്നു ഇല്ല, അച്ഛൻ ഇന്ന് പകലൊന്നും കഴിച്ചിട്ടുണ്ടാകില്ല. ഹേമ പറയുന്നു ഇന്നലെ രാത്രി മുതൽ ഓടുന്ന ഓട്ടോ അല്ലേ, ബി.പി ഒക്കെ എങ്ങനെയാണാവും, ഞാൻ തന്നെ പോയി വിളിക്കാം. അങ്ങനെ ഹേമ വാതിലിൽ തട്ടി രാജീവേട്ടാന്ന് വിളിക്കുകയാണ്. ഒപ്പം സാന്ദ്രയും ഉണ്ട്. അച്ഛ കഥക് തുറക്കച്ചാന്ന് സാന്ദ്ര പറയുമ്പോൾ ഹേമ ചോദിക്കുന്നു ഇങ്ങനെ അടച്ചിരുന്നാൽ എങ്ങനെയാ രാജീവേട്ടാ, കഥക് തുറക്ക്. രാജീവ് ഒന്നും മിണ്ടുന്നില്ല. ഹേമ ചോദിക്കുന്നു എന്താ മോളെ ഇത്? സാന്ദ്രയുടെ അച്ഛനും അമ്മയും അവിടേക്ക് വന്ന് രാജീവിനെ വിളിക്കുകയാണ്. അവിടേക്ക് ഓടി വന്ന ഒരാൾ പറയുന്നു രാജീവേട്ടാ കഥക് തുറക്ക്. രാജീവേട്ടാന്ന് വിളിച്ച് അയാൾ കഥക് തള്ളി തുറക്കുകയാണ്. നെഞ്ചത്ത് കൈവച്ച് സാന്ദ്രയുടെ അച്ഛൻ പറയുന്നു ചതിച്ചല്ലോ ദൈവമേ. ഹേമയും സാന്ദ്രയും രേഖയും ഞെട്ടി നിൽക്കുകയാണ്. രാജീവേട്ടെന്ന് ഉറക്കെ വിളിച്ച് ബോധം കെട്ട് വീഴുകയാണ് ഹേമ. സാന്ദ്രയും രേഖയും ഹേമയെ താങ്ങി പിടിക്കുകയാണ്. തുടർന്ന് ഡ്രസ്സും എടുത്ത് സുധീഷിന്റെ അരികിലേക്ക് വന്ന നിധി ചോദിക്കുന്നു വാഷ്റൂം എവിടെയാ? സുധീഷ് പറയുന്നു അയ്യോ അകത്തല്ല പുറത്താ, വരൂ കാണിക്കാം. അങ്ങനെ സുധീഷ് നിധിയെയും കൂട്ടിക്കൊണ്ട് വാഷ്റൂമിന്റെ അരികിലേക്ക് പോവുകയാണ്. ഹരീഷും നികേഷും സുഭാഷും അവരെ തന്നെ നോക്കി നിൽക്കുന്നു. ദേ ഇതാന്ന് പറഞ്ഞ് വാഷ്റൂമിന്റെ അരികിലേക്ക് വന്ന് ലൈറ്റ് ഇടുകയാണ് സുധീഷ്. സുധീഷ് പറയുന്നു ലൈറ്റ് ഇല്ലേ? സുഭാഷ് ഏട്ടാ ഇതിനകത്തെ ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല. ഹരീഷ് അയ്യോ എന്ന് പറയുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു എടാ
നീ ആ ബൾബ് മാറ്റിയില്ലടാ. ഹരീഷ് പറയുന്നു മറന്നുപോയി, ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പം ബൾബ് വാങ്ങിട്ട് വരാം. സുഭാഷ് പറയുന്നു മണി 11 കഴിഞ്ഞില്ലേ, ജംഗ്ഷനിലെ കടകളൊക്കെ അടച്ചിട്ടുണ്ടാകും. ഹരീഷ് പറയുന്നു സ്വിച്ചിനും ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്, നാളെ രണ്ടും കൂടി മാറ്റാം. ഇത് കേട്ട് അവരെ നോക്കുകയാണ് നിധി. സുധീഷ് ടെൻഷനോട് കൂടി നിൽക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രമോ റിവ്യൂ. നിധി കുളി കഴിഞ്ഞ് എല്ലാവരുടെയും അരികിലേക്ക് വരികയാണ്. സുഭാഷ് ഭക്ഷണം വിളമ്പുകയാണ്. നിധി അവർ കസേരയിലേക്ക് ഇരുത്തിയിട്ട് ഭക്ഷണം കഴിക്കാനായി താഴേക്ക് ഇരിക്കുന്നു. സുഭാഷ് അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് നിധി ചോദിക്കുന്നു ഞാനും കൂടി താഴെ ഇരിക്കട്ടെ. ഇത് കേട്ട് നിധിക്ക് പായിട്ട് കൊടുക്കുകയാണ് അവർ. നിധിയും എല്ലാവരുടെയും ഒപ്പം താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. സുഭാഷ് സന്തോഷത്തോടു കൂടി നിധിയെയും ഹരീഷിനെയും നികേഷിനെയും സുധീഷിനെയും നോക്കുകയാണ്. നിധി സുഭാഷിനോട് ചോദിക്കുന്നു കഴിക്കുന്നില്ലേ? പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു അല്ല, ഞാൻ കഴിച്ചോളാം. ഇത് കേട്ട് പുഞ്ചിരിച്ച് തലയാട്ടുകയാണ് നിധി. ഈ സമയം രാജീവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ഹേമയും സാന്ദ്രയും സാന്ദ്രയുടെ അച്ഛനും അമ്മയും. രാജീവിനെ സ്ട്രക്ചറിൽ ICUവിലേക്ക് കൊണ്ടുപോകുമ്പോൾ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് എല്ലാവരും. തുടർന്ന് സുധീഷിന്റെയും നിധിയുടെയും ആദ്യ രാത്രിക്കായി ഒരു റൂം ഒരുക്കിയിരിക്കുകയാണ് സുഭാഷും ഹരീഷും നികേഷും. സുധീഷ് പറയുന്നു അതൊക്കെ പോട്ടെ, പറ എന്താ സർപ്രൈസ്? സന്തോഷത്തോടു കൂടി സുധീഷിനെ ആ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് സുഭാഷ്. മണിയറെ ഒരുക്കിയിരിക്കുന്നത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് സുധീഷ്. കണ്ടു നള്ളി സുധീഷ് പൂക്കളൊക്കെ എടുത്തു നോക്കുമ്പോൾ അരികിലേക്ക് വരികയാണ് സുഭാഷും ഹരീഷും. ഈ സമയം റൂമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നിധി. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.